വണ്ടർസ്കേപ്സിൻ്റെ സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. നമ്മളിപ്പോൾ ഉള്ളത് ബ്രിട്ടനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലൊക്കേഷൻസ് ആയ ലാൻഡ്സ് എൻഡിലാണ്. അതെ, ബ്രിട്ടൻ്റെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റിൽ നിന്നാണ് വണ്ടർസ്കേപ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. ഞങ്ങളുടെ കോൺവേൾ സീരീസ് ഇങ്ങനെ തുടരുകയാണ്. ഇന്നലെ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള പോർത്ത് കോർണോലെ കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് ആദ്യം ലാൻഡ്സ് എൻഡിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കാറൊക്കെ മൂടി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവുമെന്നാണ് ഫോർകാസ്റ്റ് കാണിക്കുന്നത്. അത് ക്ലിയർ ആവുമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഒരു പ്ലേ കാണാൻ പോയി. ഞങ്ങളത് മിനാക്സ് തിയേറ്റർ എന്ന് പറഞ്ഞ കോൺവേളിലെ മോസ്റ്റ് ഐക്കോണിക് ഓപ്പൺ എയർ തിയേറ്ററാണ്. ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കാരോസൽ എന്ന് പറഞ്ഞ ഒരു പ്ലേ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്ന് കാണാൻ പോയി. അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കൂ. പാറയിൽ കുറേ സീറ്റ്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ ഒരു തിയേറ്റർ. നല്ല അടിപൊളിയാട്ടോ. കടലിൻ്റെ തീരത്തായതുകൊണ്ട് കാറ്റുണ്ട്, നല്ല വ്യൂസാണ്. ഇങ്ങനത്തെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ ആദ്യമായിട്ടാണ് കാണുന്നത്. 8 മണിക്കാണ് ഒരു ഷോ. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലോണം പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പായയും തലേണയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ചിലർ പുതയ്ക്കാനും ഒക്കെ. കാരണം രാത്രി ആകുമ്പോഴേക്കും നല്ല തണുപ്പാവുണ്ടാവും. 10 മണിയൊക്കെ കഴിയുണ്ടാവും ഷോ കഴിയാൻ. റോവേന കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിൻ്റെ മുന്നിലത്തെ ബ്രെയിൻ. അവരും അവരുടെ ഗാർഡനറും കൂടി സംയുക്തമായിട്ട് ഉണ്ടാക്കിയ ഒരു തിയേറ്ററാണ്. കോൺവേൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് സി അല്ലെങ്കിൽ മസ്റ്റ് ഡൂല് പഠന ഒരു സംഭവമാണ് മിനാക് തിയേറ്ററിൽ പോയിട്ടൊരു പ്ലേ കാണുക എന്നുള്ളത്. സംഭവം അടിപൊളിയാണ്. നല്ല രസമായിരുന്നു പെർഫോമൻസ് കാണാൻ. എൻജോയ് ചെയ്തു നല്ലോണം. പക്ഷേ നല്ല തണുപ്പാട്ടോ. ഇവിടേക്ക് വരുമ്പോൾ നല്ല ജാക്കറ്റും പുതപ്പും ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ആപ്പീസ് കിട്ടും. നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. പക്ഷേ ഒരു ഓപ്പൺ എയർ തിയേറ്ററിൻ്റെ ആ ഒരു രസം അതൊന്നും വേറെ തന്നെയാണ്. എന്താ ഒരു സെറ്റിങ് പിന്നിലാ ഇതൊക്കെ ആയിട്ട് അടിപൊളി. Of lovers might take life away. There's no relief inside. It's cooking. How about we play some cards to pass the time? All right. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മിനാക്സ് തിയേറ്ററിലെ എക്സ്പീരിയൻസ്? നല്ലൊരു അടിപൊളി സംഭവമല്ലേ? ആക്ച്വലി ക്യാമറയിൽ അതിൻ്റെ ആ ഫുൾ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവിടെ പോയി അത് കണ്ട് അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ സെറ്റിംഗ് ഉണ്ടല്ലോ സൂപ്പർ. പിന്നെ പ്ലേയും നന്നായിരുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കോൺവേളിലേക്ക് വരികയാണെങ്കിൽ സ്പ്രിങ് സമ്മർ ടൈമിൽ പ്ലേസിൻ്റെ മിനാക് തിയേറ്ററിൽ അത് കാണുക, എൻജോയ് ചെയ്യുക. അൺമിസ്സബിൾ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ചെയ്തു. പിന്നെ ഇവിടെ വില്ലേജ് ഷോപ്പിംഗ് വില്ലേജ് ഉണ്ട്. അവിടെ നമുക്ക് ക്യൂരിയോസ്, മെമെൻറ്റോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാം. പിന്നെ ഇവിടെ വേറെ കുറേ കുട്ടികൾക്കായിട്ടുള്ള കുറേ അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് ഇവിടെ ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. മഴയും ജസ്റ്റ് ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ലാൻഡ്സ് എൻഡിലേക്ക് വരുന്നത് ആക്ച്വലി ഈ ഒരു സൈൻ പോസ്റ്റിൻ്റെ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനാണ്. ഇതാണ് ആക്ച്വലി എല്ലായിടത്തും നമ്മൾ കാണുക. പക്ഷേ അത് ആക്ച്വലി ഒരു വേറൊരു ഏരിയ ആട്ടോ. നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കണമെങ്കിൽ കാശൊക്കെ കൊടുക്കണം. അപ്പോൾ അധികം ആൾക്കാർ നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സ്ഥലമാണ് ആക്ച്വലി ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോർഷൻ ഓഫ് ഈ UK മെയിൻലാൻഡ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ക്ലെയിം ടു ഫെയിം. ഇവിടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡ്സ് എൻഡ് ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റാണ്. അതുപോലെ സ്കോട്ട്ലാൻഡിൽ ജോൺ ഓഫ് ഗ്രോട്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആണ്. അപ്പോൾ ഏറ്റവും ദൂരം കൂടിയ മെയിൻലാൻഡിലുള്ള ഡിസ്റ്റൻസാണ് ഈ സ്ഥലത്തുനിന്ന് ജോൺ ഓഫ് ഗ്രോട്ട്സ് സ്കോട്ട്ലൻഡിൽ. അപ്പോൾ അത്
പല ആൾക്കാരും നടന്നിട്ടും ബൈക്ക് ചെയ്തിട്ടും സൈക്കിൾ ചെയ്തിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ടാണ് എല്ലാവരും എടുക്കാറ്. അപ്പോൾ ഇവിടുന്ന് അവർ കാണിച്ചിട്ടുണ്ട് ന്യൂയോർക്ക്, ജോൺ ഓ ഗ്രോഡ്സ്, പല സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. ലാൻഡ്സ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെല്ലിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലൊക്കേഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ കോൺവെല്ലിനെ കുറിച്ച് ആക്ച്വലി ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ല. കോൺവെൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ സമ്മർ ക്യാപിറ്റൽ എന്ന രീതിയിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. നല്ല ക്ലൈമറ്റും ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 400 മൈൽ ലോങ് കോസ്റ്റ് ലൈനാണ്, 300 ബീച്ചസ് ഉണ്ട്. അപ്പോൾ ഈ സമ്മറും സ്പ്രിങ്ങും ഒക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ ഇവിടെ വന്ന് ഹോളിഡേ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി. 100-200 കൊല്ലം മുമ്പേ കോൺവെൽ വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് മൈനിങ് ഇൻഡസ്ട്രി. ടിൻ മൈൻ വേൾഡ് ഓവർ ടിൻ എക്സ്പോർട്ട് ചെയ്തിരുന്നത് ഈ കോൺവെൽ സൈഡിൽ നിന്നാണ്. അപ്പോൾ ഈ കോൺവെല്ലിൽ 4 ഭാഗത്തും ടിൻ മൈൻസാണ്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയാണ് ഇവർക്ക് ഇവിടെ ഉള്ളത്. അതല്ലാണ്ട് ഇത് ഇംഗ്ലീഷ് ചാനൽ അല്ലെങ്കിൽ കോസ്റ്റിൽ ഉള്ളതുകൊണ്ട് ഇവിടെ സ്മഗ്ലിങ്ങും പൈറസിയും ഭയങ്കര പോപ്പുലറാണെന്ന് വെച്ചാൽ അറ്റ്ലാന്റിക്കിൻ്റെ ഒരു എഡ്ജിലാണല്ലോ. പിന്നെ കോൺവെല്ലിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നൊക്കെ പറയുന്ന മാതിരി ഇവിടുത്തെ ആൾക്കാർ ഇതൊരു വേറൊരു കൺട്രി പോലെ തന്നെ കരുതി പോന്നിരുന്ന കുറേ കാലം. ഇവർക്ക് ഇവരുടേതായ കൾച്ചറുണ്ട്, പിന്നെ ലാംഗ്വേജ് ഉണ്ട്. അത് ഈ അടുത്ത കാലത്ത് 1990s വരെ അവർ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറേശ്ശെ യൂസ് ഇല്ലാതെ അത് നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ വളരെയധികം കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കോൺവെൽ. കോർണിഷ് പേസ്ട്രീസ്, കോർണിഷ് ഐസ്ക്രീം അതൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും ഹോളിഡേ മേക്കേഴ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കോൺവെൽ. ഇവിടെ ആക്ച്വലി സ്റ്റാർട്ട് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോട്ടിൽ എഴുതി കാണാം. അതെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് ലാൻഡ്സ് എൻഡിൽ നിന്ന് സ്കോട്ട്ലൻഡിലെ ജോൺ ഓ ഗ്രോഡ്സ് വരെ ഒരു റൂട്ടാണ്. അപ്പോൾ ആൾക്കാർ അത് അറ്റംപ്റ്റ് ചെയ്യും പലരും. ചിലർ റെക്കോർഡ് ഇടാൻ വേണ്ടിയിട്ട്, ചിലർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ പല മിഷനോടുകൂടി ആൾക്കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവും, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഫിനിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സിബിഷൻ ആക്ച്വലി ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആൾക്കാർ എന്തിനാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഇൻഫർമേഷനൊക്കെ അതിൽ കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ നിന്നാണ് അത് തുടക്കവും അവസാനവും. എന്തായാലും ലാൻഡ്സ് എൻഡിൽ അത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. അതൊക്കെ കണ്ടു. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഈ കോൺവെൽ കോസ്റ്റിൽ ടിൻ മൈനിങ് ഇൻഡസ്ട്രി വളരെ പോപ്പുലറായിരുന്നു. ഒരു 150 കൊല്ലം മുമ്പ് ത്രൈവിങ് വിത്ത് മൈനിങ് ഇൻഡസ്ട്രി. ടിൻ, ആർസനിക്, കോപ്പർ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ മൈൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ബാറ്റലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടിൻ മൈൻ കാണാൻ വേണ്ടി വന്നതാണ്. ഓഫ് കോഴ്സ് ഫങ്ഷനിങ് ഒന്നും അല്ല കേട്ടോ, റൂയിൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി നടന്ന് കാണാം. ഇവിടെ കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ വന്നിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് വിസിറ്റ് സെൻറ്റർ കണ്ടു, പിന്നെ ഇവിടുത്തെ റൂയിൻസ് കണ്ടു. ഇനി ഇതാ അവിടെ പഴയൊരു മൈനിൻ്റെ ബാക്കി പത്രമായിട്ട് കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്, അവിടേക്ക് പോവാം എന്ന് വിചാരിച്ചു. ഇവിടെ സീസൈഡ് വ്യൂ അടിപൊളി, നല്ലൊരു ഡ്രമാറ്റിക് ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അതിൽ കൂടെ ഇവിടെ വന്ന് ഇരുന്നതാണ് എൻജോയ് ചെയ്യാൻ. ആ മൈനിൻ്റെ വ്യൂസും ഇവിടുന്ന് നന്നായിട്ട് കിട്ടും. നമുക്ക് വീണ്ടും അതിൽ കൂടെ പോയിട്ട് ആ മൈനും കൂടി കണ്ടിട്ട് മടങ്ങാം. ടിൻ മൈൻസിൻ്റെ സൈറ്റിൽ നിന്ന് ഏകദേശം ഒരു 10-12 മൈൽ ദൂരെ സെറ്റ്
ഐവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണ് തന്നിരിക്കുകയാണ്. ഇതൊരു ഫിഷിംഗ് വില്ലേജ് അല്ലെങ്കിൽ ഹാർബർ ടൗൺ ആണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ചാമുണ്ട്, 2-3 ബീച്ചസ് ഉണ്ട്, പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യണ ഒരു സ്ഥലമാണ്. ആർട്ട് ഗാലറീസ്, പിന്നെ കഫേസ്, അങ്ങനെ പലതിനും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ കോർൺവാൾ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി ചെറിയൊരു സ്ഥലമായതുകൊണ്ട് കാറ് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ കുറേ ദൂരെ പോയി ഒരു കുന്നിൻ്റെ മുകളിലാണ് കാറ് പാർക്ക് ചെയ്ത്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന് പോവുകയാണ്. അപ്പോൾ വ്യൂ കണ്ടപ്പോൾ നിങ്ങളെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും ഇനി ടൗൺ കാണാം. സെൻറ്റ് ഐവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണിൽ കൂടെ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ഓൾഡ് വേൾഡ്ലി ചാമുണ്ട് കേട്ടോ ഇതിന്. കുറേ ബിൽഡിങ്സൊക്കെ 1400s പിന്നെ ഇടുങ്ങിയ വഴികൾ, അത് കാരണം നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ നാട്ടിലൊക്കെ പോലെ തന്നെ ചെറിയ വഴി കൂടെ കാറും ആൾക്കാരും എല്ലാം കൂടി ഒരു ബഹളമാണ്. യോർക്കിലെ ഷാംബിൾസിലൊക്കെ പോയ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്, ഒരു ഹാരി പോട്ടർ ഫീൽ. ഇവിടെ കോബിൾഡ് പാത്താണ് ഇത്, റോഡല്ല. അപ്പോൾ അതും ഒരു രസമാണ്, നടക്കാൻ നല്ല സുഖമുണ്ട്. സൊവീനിയർ ഷോപ്സും ഈറ്ററീസും, പിന്നെ ഇവിടെ കുറേ ആർട്ട് ഗാലറീസൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ബസിങ് വിത്ത് ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സെയിൻറ്റ് ഐവ്സ് എന്ന് പറഞ്ഞ ഹാർബർ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതാ. വീണ്ടും ഇറങ്ങിയ വഴി കൂടെ തന്നെ കോബിൾഡ് സ്ട്രീറ്റ് കുറച്ച് കയറി 2 കുന്ന് കയറി വീണ്ടും ഞങ്ങൾ കാറ് നിർത്തിയ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ട്രിപ്പായിരുന്നു. നല്ല വൈബിളുള്ള ഒരു സിറ്റിയാണ് കേട്ടോ, ടൗണാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തിനുള്ള ഉണ്ട് ഇവിടെ. പിന്നെ നല്ലോണം ഇന്ത്യൻ പോപ്പുലേഷൻ നന്നായിട്ട് കണ്ടു. ധാരാളം വിസിറ്റേഴ്സ് ഇന്ത്യൻസ് ആയിട്ട് കണ്ടു. ഭക്ഷണത്തിനും അതെ ഇന്ത്യൻ ഷോപ്പൊക്കെ കണ്ടു, ഹോട്ടലൊക്കെ കണ്ടു. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ നമ്മളുടെ സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് സീരീസ് കഴിയണില്ല കേട്ടോ, ഇനിയും കാഴ്ചകൾ വരാനിരിക്കുന്നുണ്ട്. അതൊക്കെ തുടർന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോന് ഒരു ലൈക്ക് തരാം. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.